CPM കായംകുളം ഏരിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പ്രതിഭയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം. കഴിഞ്ഞ 10 വർഷവും പ്രതിഭയുടെ പ്രവർത്തനം പാർട്ടിയുമായി സഹകരിക്കാതെയെന്നാണ് ആക്ഷേപം. പ്രതിഭയുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പ്രവർത്തനം 5000-ലധികം വോട്ടുകൾ നഷ്ടപ്പെടുത്തിയെന്നും വിമർശനമുണ്ടായി. പ്രതിഭയുടെ സാന്നിധ്യത്തിൽ കൂടിയ ഏരിയ കമ്മിറ്റിയിലായിരുന്നു മുൻ MLA-ക്കെതിരായ ആക്ഷേപവർഷം. സംസ്ഥാന കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് സ്വരാജ് പങ്കെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി കായംകുളം ഏരിയ കമ്മിറ്റി കൂടിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലും കായംകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരെ വിമർശനമുയർന്നതിന് പിന്നാലെ കായംകുളം ഏരിയ കമ്മിറ്റിയിലും അതിശക്തമായ വിമർശനമാണ് പ്രതിഭയ്ക്കെതിരെ അംഗങ്ങൾ ഉന്നയിച്ചത്. KGF എന്ന പേരിൽ പ്രതിഭയുടെ ആരാധകരുടെ ഗ്രൂപ്പ് രൂപീകരിച്ചതായും അതിൽ അനവധിയായ സാമൂഹ്യ വിരുദ്ധരും ഉൾപ്പെട്ടിരുന്നതായും അംഗങ്ങൾ കമ്മിറ്റിയിൽ ആരോപിച്ചു. പാർട്ടിയുമായി സഹകരിച്ചായിരുന്നില്ല കഴിഞ്ഞ കാലമത്ര പ്രതിഭയുടെ പ്രവർത്തനമെന്നും പാർട്ടിക്കാരെ കണ്ടാൽ കണ്ടഭാവം ഉണ്ടായിരുന്നില്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. പാർട്ടിക്കാരുടെ വീടുകളിൽ പോകില്ലെങ്കിലും ലീഗുകാരുടെ വീടുകളിലെ പരിപാടിയിൽ പ്രതിഭ സ്ഥിര സാന്നിധ്യമായിരുന്നു എന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത പോലെയായിരുന്നു പ്രവർത്തന രീതി. കായംകുളം ജലോത്സവത്തിന്റെ മുഖ്യ അതിഥിയെ നിശ്ചയിക്കുന്നതിൽ പോലും വ്യക്തിപരമായ താൽപര്യങ്ങൾ നടപ്പാക്കുകയാണ് പ്രതിഭ ചെയ്തതെന്ന് തുടങ്ങി ആക്ഷേപ പെരുമഴയായിരുന്നു ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. പ്രതിഭയും ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തവണ വ്യവസ്ഥ ലംഘിച്ച് പ്രതിഭയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിനെയും ചില അംഗങ്ങൾ വിമർശിച്ചു. സുധാകരനെയോ നാസറിനെയോ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ കായംകുളത്ത് പരാജയം ഉണ്ടാവുകയില്ലായിരുന്നു എന്നും ചിലർ അഭിപ്രായപ്പെട്ടു. ജനം, ആലപ്പുഴ.